ഒരു വാദം പറഞ്ഞാൽ മനസ്സിലാവും. കാരണം വേണ്ടത്ര ഡോക്യുമെൻ്റുകൾ സൂക്ഷിക്കുന്നതിൽ എല്ലാ കാലത്തെയും സർക്കാരും എല്ലാ കാലത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ആദ്യം നടത്തിയ നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത്. 99 മുതലുള്ള രേഖകൾ, അത് കൃത്യമായ ഇൻവെൻട്രി, ഇതൊന്നും തന്നെ ശബരിമലയിൽ കാണാനില്ല എന്നുള്ളതാണ്. ഇത് എന്നു മുതൽ കാണാനില്ല എന്നോ ഏത് കാലഘട്ടത്തിലാണ് ഇത് കാണാതെ പോയതെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് മുൻകാലങ്ങളിലെയും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തവരുടെയും വീഴ്ചയായിട്ടാണ് ഞാൻ ആ കോടതി വിധിയിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം, ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം മുഴുവൻ ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെയുമാണ്. അതിൻ്റെ ലോജിക്കാണ് എനിക്ക് പിടികിട്ടാത്തത്. നിങ്ങൾക്കത് വിശദീകരിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഒരൊറ്റ കാരണമല്ലാതെ അതിലെന്താണ്, ഇതിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്തിന് കുറച്ചു മുമ്പ് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് ഫോണിൽ ബന്ധപ്പെടുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ല ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നത്? അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആരാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്?